എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റവയും പാലും പഞ്ചസാരയും കൊണ്ട് എളുപ്പത്തിലൊരു ദീപാവലി സ്വീറ്റ് ഉണ്ടാക്കാം. ഇതൊരു ബംഗാളി സ്വീറ്റാണ്, റോഷ്ബോറ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് റവ, ഇത് വറുക്കാത്ത റവയാണ്, ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് പാല്, അപ്പോൾ ഒരു ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് പാലിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. റവ നന്നായിട്ട് വെന്ത് നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് വെള്ളം, ഇതിലേക്ക് ഒരു 2 ഏലക്കായ. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിലിടാം. 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം ഒന്ന് വറ്റി വരും. അപ്പോൾ ശരി, വറ്റി വന്നിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് തണുത്തു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. മാവ് നല്ല സ്മൂത്തായിട്ട് വരണം, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് വിരലുകൊണ്ട് ഒന്ന് നടുവിലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് താഴെയുള്ള ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മറച്ചിടാം. ഇങ്ങനെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ഇട്ട ഉടനെ തന്നെ മറച്ചിടാൻ നോക്കരുത്, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം മേലേക്ക് പൊന്തി വരും. ഇപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് എടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷുഗർ സിറപ്പ് ഒന്നും കൂടി വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഇതൊക്കെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സിമ്മിലിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയാൽ മതി. അപ്പോഴേക്കും ഈ ഷുഗർ സിറപ്പൊക്കെ ഫുള്ള് ഇത് പിടിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു, കണ്ട എല്ലാ ഷുഗർ സിറപ്പ് ഇതിൽ പിടിച്ചു. കുറച്ച് ഇനി ഇങ്ങനെ ബാക്കിയുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യത്തിനുള്ളത് നമ്മൾ പ്ലേറ്റിലിടുക. മേലെ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഭംഗിക്ക് നമ്മൾ പിസ്ത അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സ് അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റാണ്. ശരിക്കും ഒരു ഗുലാബ് ജാമുൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ദീപാവലിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ സ്വീറ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.